വണ്ടർസ്കേപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. ഞാൻ ദിലീപ്. കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ ബീറ്റിൽസിലെ ലിവർപൂളിലുള്ള ടോപ്പ് ലൊക്കേഷൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ സ്ട്രോബെറി ഫീൽഡിനെ പറ്റി പറഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇന്ന് സ്ട്രോബെറി ഫീൽഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. സ്ട്രോബെറി ഫീൽഡ്സ് ഫോർ എവർ എന്നുള്ള പാട്ട് കേട്ടിട്ടുള്ള എല്ലാവർക്കും ഇതെന്താണെന്ന് അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടാവും. ആ ഫേമസ് റെഡ് ഗേറ്റ്സും അതിൻ്റെ കഥകളും എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ ബാക്കി കാഴ്ചകളിൽ നിന്ന് നോക്കാം. അപ്പോൾ സ്ട്രോബെറി ഫീൽഡ്സ് കാണല്ലേ? അപ്പോൾ ഈ സ്ട്രോബെറി ഫീൽഡിൽ ഒരു മെയിൻ അട്രാക്ഷൻ ഒരു എക്സിബിഷനാണ്. അത് ഈ വീടിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. സ്ട്രോബെറി ഫീൽഡ്സ് എന്ന് പറഞ്ഞ മാൻഷൻ അതെന്തായിരുന്നു, പിന്നെ സാൽവേഷൻ ആർമിക്ക് ഇവിടെയുള്ള റോള്, അവരെങ്ങനെയാണ് ഇതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഇതൊക്കെ ചെയ്തത്, അതേപോലെ തന്നെ ബീറ്റിൽസിന് എസ്പെഷ്യലി ജോൺ ലെന്നൺ ഈ വീട് അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങായിട്ട് ഇവിടുത്തെ ഗാർഡനായിട്ട് എന്തൊക്കെയാണ് ബന്ധം, പേഴ്സണൽ കളക്ഷൻസ് ധാരാളമുള്ള സ്ഥലമാണ്. അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു എക്സിബിഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ബീറ്റിൽസുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും നമുക്കിവിടെ കാണാം. പിന്നെ ഒരു ഓഡിയോ ഗൈഡ് നമുക്ക് തന്നിട്ടുണ്ട് അവർ, ഗൈഡഡ് ടൂറാണ്. അപ്പോൾ അതിൻ്റെ ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്തെത്തിയാലും ആ പെർട്ടിക്കുലർ എക്സിബിഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഇൻഫോ നമുക്ക് ആ ഓഡിയോ ഗൈഡിൽ നിന്ന് കിട്ടും. അപ്പോൾ പറഞ്ഞല്ലോ, ജോൺ ലെന്നണായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ്. അത് കാരണം തന്നെ കുറേ മെമ്മറബിലിയാസ് ഉണ്ട് ജോൺ ലെന്നണായിട്ട് റിലേറ്റഡ്. അദ്ദേഹത്തിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി ഉണ്ട് അവിടെ, ഏത് ഹോസ്പിറ്റലാണ് ജനിച്ച ഫോട്ടോസ്, അങ്ങനെ പല ഇൻട്രസ്റ്റിംഗ് ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാം. ഇതിന് ആക്ച്വലി സ്വരമണ്ഡൽ എന്നാണ് പറയുക, ഇന്ത്യൻ ഹാർപ്പ്. ഇത് ജോർജ് ഹാരിസൺ യൂസ് ചെയ്തിരുന്നതാണ്. സ്ട്രോബെറി ഫീൽഡ്സ് ഫോർ എവർ എന്ന് പറഞ്ഞ പാട്ടിൽ ഇത് ഉപയോഗിച്ച് അദ്ദേഹം വായിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മീട്ടി നോക്കാം. ഇമാജിൻ ബീറ്റിൽസ് ഫാൻസിനൊക്കെ അറിയുണ്ടാവും, വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ സോങ്സ് ആണ് ജോൺ ലെന്നൻ്റെ. ഇൻഫാക്ട് വേൾഡ് പീസ് ആന്തം എന്നും കൂടി അതിനെ പറയും. ലണ്ടൻ ഒളിമ്പിക്സിൻ്റെ ക്ലോസിങ് സെറമണിയിൽ വായിച്ചിട്ടുള്ള ഒരു സോങ് കൂടിയാണ്. അപ്പോൾ വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു സോങ്ങാണ്. അത് കമ്പോസ് ചെയ്ത് അല്ലെങ്കിൽ വായിച്ച പിയാനോ ആണിത്. ഒറിജിനൽ ഇതിലാണ് കമ്പോസ് ചെയ്തത് ജോൺ ലെന്നൺ. ആക്ച്വലി ഈ പിയാനോ ജോർജ് മൈക്കൽ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ഒരു പാട്ടുകാരൻ്റെ കയ്യിലായിരുന്നു. അദ്ദേഹം എവിടുന്നോ വാങ്ങിയതായിരുന്നു. പിന്നെ 2000s അത് സാൽവേഷൻ ആർമിക്ക് ഡൊണേറ്റ് ചെയ്തു. അതുകൊണ്ടാണ് നമുക്കിവിടെ ഇത് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇതൊരു പ്രൈവറ്റ് കളക്ഷൻ ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. ഇത് ആക്ച്വലി മെലോട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ മോഡൽ എന്നാണെങ്കിൽ പറയാം, ഇൻറ്ററാക്റ്റീവ് മോഡൽ. അത് നമ്മുടെ ഇപ്പോഴത്തെ സിന്തസൈസറിൻ്റെ ഒരു ഫാദർ ആയിരുന്നു. അത് അന്നത്തെ കാലത്ത് ഒരു ഇന്നോവേറ്റീവ് വേ ഓഫ് റെക്കോർഡിങ് മ്യൂസിക് ആണ്. അത് ബീറ്റിൽസ് സ്ട്രോബെറി ഫീൽഡ്സ് ഫോർ എവർ എന്ന് പറഞ്ഞ അവരുടെ ആൽബത്തിൽ ഈ മെലോട്രോൺ യൂസ് ചെയ്തിട്ട് ട്യൂൺസ് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതിൽ പല ഇൻസ്ട്രുമെൻസിൻ്റെ ഒച്ചകളും മിമിക് ചെയ്യാൻ പറ്റും. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ന ബട്ടൺ അമർത്തിയ ഫ്ലൂട്ട്, രണ്ടാമത്തെ ബട്ടൺ അമർത്തിയ ഇലക്ട്രിക് ഗിറ്റാർ, വയലിൻ, അങ്ങനെ ഓരോ കീസും ഓരോ ഇൻസ്ട്രുമെൻസിനും അസൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് സ്ട്രോബെറി ഫീൽഡ്സ് ഫോർ എവറിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആക്ച്വലി ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ സ്ട്രോബെറി ഫീൽഡ്സ് ഫോർ എവർ അടിച്ചു കഴിഞ്ഞാൽ അതിൽ കാണാം. ആ ഇൻസ്ട്രുമെൻ്റ് അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് ഇത് പ്ലേ ചെയ്യാം, ഹെഡ്ഫോൺസ് വെച്ചിട്ട് കേൾക്കാം. അപ്പോൾ ഈ എക്സിബിഷൻ ഏകദേശം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. റിയലി ചെറിയൊരു എക്സിബിഷനാണെന്ന് തോന്നിച്ചാലും അതിൻ്റെ വാല്യൂ വളരെ വലുതാണ്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി ഗാർഡൻ, പിന്നെ ഒരു കഫേ ഉണ്ട്, അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ നമ്മൾ ആക്ച്വലി സ്ട്രോബെറി ഫീൽഡ്സിൽ ഇമാജിൻ എന്ന് പറഞ്ഞിട്ടൊരു കഫേ ഉണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള കഫേയാണ് ഇവിടുത്തെ. അതിൽ വന്നിരിക്കണ നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മൾ ഒരു ഹോട്ട് ചോക്ലേറ്റ് ഓർഡർ ചെയ്തു, അത് എൻജോയ് ചെയ്യുന്നു. ഈ കഫേയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ സാൽവേഷൻ ആർമി കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ഭാഗമായിട്ട് സ്റ്റെപ്പ് ടു വർക്ക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അവർ റൺ ചെയ്യുന്നുണ്ട്. വൾണറബിൾ അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ ജോലിക്ക് ട്രെയിൻ ചെയ്യിക്കുക. കാരണം അവർക്ക് പലപ്പോഴും ആൾക്കാരായിട്ട് എങ്ങനെയാണ് പെരുമാറുക എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു എക്സ്ട്രാ ട്രെയിനിങ്ങും അതൊക്കെ ആവശ്യം ഉണ്ടാവണം. അങ്ങനത്തെ ആൾക്കാർക്ക് അവർ ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ
എന്താ പറയാ നമ്മുടെ നമ്മള് സാധാരണ ജോലി സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യാൻ പ്രാപ്തരാക്കുക എന്നുള്ള ഒരു മിഷൻ അവരിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ കഫേയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളും സെർവ് ചെയ്യണ ആൾക്കാരും ഒക്കെ അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ നമ്മളിവിടെ ഈ എക്സിബിഷൻ കാണാനുള്ള ഒരു ടിക്കറ്റ് ഉണ്ട്. അതുപോലെ ഇവിടുന്ന് എന്ത് കഴിക്കുന്നു അതൊക്കെ ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട് അവർക്ക് ഇവിടെ. അതിൻ്റെയൊക്കെ പ്രൊസീഡ്സ് പോണത് ഈ ചാരിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. അപ്പോൾ നമ്മൾ ഇൻഡയറക്റ്റ്ലി ഒരു നല്ല കോസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണേ ഇവിടെ വന്നിട്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. വെറും സ്ഥലങ്ങൾ കണ്ടുപോകണു എന്ന് മാത്രമല്ല, സൊസൈറ്റിയുടെ വളർച്ചയ്ക്ക് ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ ഇൻഡയറക്റ്റ്ലി ചെയ്യേണ്ടത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ്. നമ്മളിതായി ഗാർഡനിലേക്ക് വന്നിരിക്കുകയാണ്. 2-3 ഇൻട്രസ്റ്റിംഗ് കാഴ്ചകളുണ്ട് കേട്ടോ ഇവിടെ. മുമ്പിൽ തന്നെ ഒരു ബോർഡ് ഉണ്ട്, അവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ പടം വരച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ ഈ സ്ട്രോബെറി ഫീൽഡ്സിൽ ഉണ്ടായിരുന്ന ആ ഒരു വീട്. 1860 വീട് പണിയത്. പിന്നെ 1930s ഇത് സാൽവേഷൻ ആർമി അവരുടെ കയ്യിലെടുത്തിട്ട് പിന്നെ അവർ ഇവിടെ ഒരു അനാഥാലയം നടത്തുമായിരുന്നു. അപ്പോൾ ഈ വീടിൻ്റെ പരിസരത്തും ഇവിടെ ഈ കളിക്കാനുള്ള സ്ഥലവും അങ്ങനെയാണ് ജോൺ ലെനൻ ഇവിടെ വന്നത്. അദ്ദേഹത്തിൻ്റെ വീട് വളരെ അടുത്ത് തന്നെയായിരുന്നു, അടുത്തുള്ള ഒരു റോഡിൽ തന്നെയായിരുന്നു. അപ്പോൾ സമയം കിട്ടുമ്പോൾ അദ്ദേഹം കുട്ടികളായിട്ട് ഇവിടെ കളിക്കാനും ഈ മരങ്ങൾ കയറാനും അതിനൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നിരുന്നത്. അതാണ് ഈ സ്ട്രോബെറി ഫീൽഡിൻ്റെ ഒരു കണക്ഷൻ ബീറ്റിൽസായിട്ട്. ആ മെമ്മറീസിനെയൊക്കെയാണ് ജോൺ ലെനൻ സ്ട്രോബെറി ഫീൽഡ്സ് ഫോർ എവർ എന്ന് പറഞ്ഞ ആ പാട്ടിൽ ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ പോണത് ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള സാധനമാണ് ഈ പാർക്ക് അല്ലെങ്കിൽ ഈ ഗാർഡനിലെന്ന് പറയാം. അതാണ് മുമ്പിൽ കാണുന്ന ആ റെഡ് ഗേറ്റ്. സ്ട്രോബെറി ഫീൽഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ യൂട്യൂബിലോ ഏത് പിക്ചർ എടുത്ത് നോക്കിയാലും ഈ ഒരു ഗേറ്റാണ് കാണുക. അതാണ് അതിൻ്റെ ഒരു സിമ്പിൾ. അപ്പോൾ ഈ ഗേറ്റ് ഇപ്പോൾ ആക്ച്വലി അകത്താണ്. ഇതാണ് ഒറിജിനൽ ഗേറ്റാണ്. ഇത് പണ്ട് ആക്ച്വലി ശരിക്കും നമ്മളെ മെയിൻ ഗേറ്റ് ആയിട്ട് യൂസ് ചെയ്തായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു May 2000 കള്ളന്മാർ വന്നിട്ട് ഈ ഗേറ്റിനെ പൊളിച്ച് അവരത് വിറ്റു ഒരു സ്ക്രാപ്പ് ഡീലറിന്. ഭാഗ്യത്തിന് ആ സ്ക്രാപ്പ് ഡീലറിന് ബീറ്റിൽസും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത് മനസ്സിലായി ഇത് ഈ സ്ട്രോബെറി ഫീൽഡിലെ ആ ഒരു ഐക്കോണിക് ഗേറ്റ് ആണെന്ന്. അദ്ദേഹം അത് തിരിച്ചു വന്ന് സാൽവേഷൻ ആർമിക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇവരത് എന്ത് ചെയ്തു, പുറത്ത് ഗേറ്റ് അല്ലാണ്ട് ഇതിപ്പോൾ അകത്ത് സെക്യൂർഡ് ആയിട്ട് ഈ ഗേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഗേറ്റാണ്. ഇതേപോലെ ഒരു റെപ്ലിക്ക ഇവർ പുറത്തും വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു റെപ്ലിക്ക ഗേറ്റാണ്. നമുക്കതും കാണാം കേട്ടോ, ആ ഗേറ്റും കാണാം. ആക്ച്വലി ഇത് ചെറിയൊരു ഗാർഡനാണ് കേട്ടോ, അത്ര ഭയങ്കര വലിയതൊന്നുമില്ല. നമുക്ക് നാട്ടിലെ ഓരോ തറവാട്ടിലെ തൊടി അതൊക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കുട്ടികൾ കളിക്കാനൊക്കെ വരാറുണ്ടല്ലോ അങ്ങനത്തെ സ്ഥലങ്ങളിൽ. നമ്മൾ ചിലപ്പോൾ പല വീടുകളിലും പോയിട്ടുണ്ടാവും. അതുപോലൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഈ കാണുന്ന വല്ല മരത്തിലൊക്കെ ആവും ജോൺ ലെനൻ പണ്ട് കുട്ടിക്കാലത്ത് കയറിയിരിക്കണം, അതിൽ ചാടി വന്നിരുന്നു എന്നാണ് വായിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളെ പോലെ ഒരു സാധാരണ കുട്ടിക്കാലം തന്നെയാണ്. എനിവേ ഒരു ഇൻസ്പയറിംഗ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഗാർഡൻ ചെറുതാണെങ്കിലും എന്തോ ഒരു പ്രത്യേകത തോന്നുന്നുണ്ട്. അവർ നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ചാൽ ന്യൂയോർക്കിലെ സെൻട്രൽ പാർക്കിലും സ്ട്രോബെറി ഫീൽഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്. അതെന്താ വെച്ചാൽ ജോൺ ലെനൻ മരിച്ചതിന് ശേഷം യോക്കോ ഓനോ അദ്ദേഹത്തിൻ്റെ ചിതാഭസ്മം അവിടെ കൊണ്ടുപോയി വെതറിത്രേ. അപ്പോൾ ആ സ്ഥലം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മോറിയൽ പോലെ സ്ട്രോബെറി ഫീൽഡ്സ് എന്ന് പറഞ്ഞിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പക്ഷേ ഇൻസ്പിറേഷൻ ഈ സ്ട്രോബെറി ഫീൽഡ്സ് ആണ്. നമുക്കിനി ബാക്കി എന്തൊക്കെയാ കാഴ്ച നോക്കാം. ഇന്ന് പക്ഷേ സ്ട്രോബെറി ഒന്നും കാണാനില്ല കേട്ടോ. പണ്ട് കാലത്ത് വല്ല സ്ട്രോബെറി ഫീൽഡ്സ് ആയിരുന്നിരിക്കണം. എന്താ പേര് വരാൻ കാരണമൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ആ റെപ്ലിക്ക ഗേറ്റ്സ്. ഇതിപ്പോൾ ആ പഴയ സ്ഥലത്ത് തന്നെ ഉണ്ട്, പക്ഷേ ഇതൊരു ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ്, റെപ്ലിക്കയാണ്. ഒറിജിനൽ ഗേറ്റ്സ് നമ്മൾ അകത്ത് കണ്ടുവല്ലോ. എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്നിട്ട് ആൾക്കാർ കുറേ ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കും. ഇതൊരു മെയിൻ പോയിന്റാണ്, സെൽഫി പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. സ്ട്രോബെറി ഫീൽഡ്സ് എന്നുള്ള കാഴ്ചകൾ നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു.
ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചൊരു യുണീക്കായിട്ടുള്ളൊരു വീഡിയോ ആണ്. അധികം ആരും ഒരുപക്ഷെ യൂട്യൂബിൽ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല, ഈവൻ ഇംഗ്ലീഷിൽ തന്നെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഇടയിലുള്ള ബീറ്റിൽ ഫാൻസിന് ഈ വീഡിയോ സജസ്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിച്ചാൽ ഒരു തംസ് അപ്പ് തരിക. പിന്നെ അടുത്ത തവണ വേറെ വ്യത്യസ്തമായ കാഴ്ചകളായിട്ട് ഞങ്ങൾ വരാം. ഇതിനെക്കുറിച്ച് സാൽവേഷൻ ആർമിയെക്കുറിച്ചും സ്ട്രോബെറി ഫീൽഡ്സ് ഹൗസിൻ്റെ ഒറിജിൻസിനെ കുറിച്ചും ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ബ്ലോഗായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് വായിച്ച് നോക്കിയാൽ കൂടുതൽ പേര് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അതിന്ന് കിട്ടും. അപ്പോൾ അടുത്ത തവണ കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.